കുരിശിൻ കീഴിൽ ഞാനണയാം തവ സ്നേഹം പകരും ബലിദിന കരുണാർദ്ര സ്നേഹം സ്വീകരിപ്പാൻ ഞാൻ നിൽക്കൂ നിന്നുടെ അൾത്താരയിൽ ബലിയ എന്നാത്മദേഹമിതാ തരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, അങ്ങേ അഭിഷിക്തന്റെ മുഖം കടാക്ഷിക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങേ സങ്കേതത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. പ്രിയ സഹോദരരെ, ഈ കർത്താവിന്റെ ദിവസത്തിൽ അവിടുത്തെ പരിശുദ്ധ ബലിയിലേക്ക് ദൈവത്തിന്റെ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ സ്നേഹത്തോടെ നമുക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇടവകയെ മുഴുവനും അവിടുത്തെ വാത്സല്യത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ബലിയർപ്പിക്കുവാനായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നമ്മളെല്ലാവരെയും ആ കാരുണ്യത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ലോകം മുഴുവന് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അപരിമേയമായ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയപ്പെടുകയും എല്ലാ രോഗബാധകളിൽ നിന്നും, സാംക്രമിക രോഗബാധയിൽ നിന്നും നമ്മൾ വിമുക്തരാക്കപ്പെടുന്നതിനും കർത്താവിന്റെ വലിയ കാരുണ്യത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹസമൃദ്ധി ചൊരിയപ്പെടുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യയാഗം യഥായോഗ്യം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കീതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, സ്വർലോകരാജനെ സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവേ
പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമീശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു ദാനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹമായി ചൊരിയണമേ. അങ്ങനെ അങ്ങേ എല്ലാറ്റിലും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇസയ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസനായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെ ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ.
ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവിടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുജനമായെങ്കിൽ അവിടെ സ്വീകാര്യം മൃതലിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവിടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിയും ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഗെനേസറത്ത് നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിൽ കർത്താവിനെ അത്ഭുതപ്പെടുത്തിയ രണ്ടു പേരുണ്ട്. അതിലൊരു സ്ത്രീയുടെ ചിത്രമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. മറ്റൊന്ന് ശതാധിപനാണ്. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഈശോയെ വിസ്മയിപ്പിച്ചത്. ഈശോ പറയുകയാണ്, ഇത്രയും ഒരു വിശ്വാസം എൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുക്കൽ ഞാൻ കണ്ടിട്ടില്ല, ഇസ്രയേലിൽ ഒരുവന് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് മത്തായിയുടെ സുവിശേഷത്തിന് 8:10 നമ്മൾ വായിച്ചു മനസ്സിലാക്കും. അപ്പൊ ഇന്ന് ഈ സ്ത്രീ ഒരു കാനാൻകാരിയായ സ്ത്രീയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം, വിജാതീയരായ മക്കളാണ് ഇങ്ങനെ കർത്താവിനെ അള്ളിപ്പിടിച്ച് വിശ്വസിച്ചത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തണം. തൻ്റെ സ്വന്തം ജനം, ബൈബിളിൽ ഈശോ 2 സ്ഥലത്ത് ഈ അത്ഭുതകരമായിട്ട് വിസ്മയിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്.
ഒന്ന്, ഈ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് യേശു വിസ്മയിച്ചു എന്നാണ് പറയുന്നത്. അതേ പദം മറ്റൊരിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ അവിശ്വാസം കണ്ടിട്ട്, സ്വന്തം ജനത്തിന്റെ അവിശ്വാസം കണ്ടിട്ട് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല, അവൻ അവിടെ മാത്രമേ അവമതിക്കപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസരാഹിത്യത്തിൽ അവൻ അത്ഭുതപ്പെട്ടു, അവൻ വിസ്മയിച്ചു എന്നാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ കാനാൻകാരിയായ സ്ത്രീയെ നമുക്കൊന്ന് എടുക്കാം. ആ സ്ത്രീ കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് വചനം പറയുകയാണ്, അവൻ അവിടെ ഒന്ന് നോക്കിയത് പോലുമില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പക്ഷേ എന്താണ് കർത്താവ് അവളെ മൈൻഡ് പോലും ചെയ്തില്ല, ശ്രദ്ധിച്ചു പോലുമില്ല, നോക്കി പോലുമില്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കിത് അനുഭവമാണ്. കർത്താവ് നമ്മൾ നോക്കുന്നു പോലുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കും. പുണ്യവാന്മാരുടെ അടുത്തൊക്കെ നമ്മൾ പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും മാധ്യസ്ഥം പ്രാർത്ഥന. നമ്മൾ ചിലപ്പോൾ നൊവേനയൊക്കെ നേർന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് അവരുടെ മാധ്യസ്ഥം വഴി നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തും. ഈ സ്ത്രീയെ ഇങ്ങനെ പുറകെ നടന്ന് കരയുന്ന കണ്ടിട്ട് ഇതാ അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ അവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. എന്നിട്ടും ഈശോ മൈൻഡ് ചെയ്തു. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ നൊവേനകൾക്കൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒന്നും കേൾക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്ന ചില ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ പിന്നെയും ഈ സ്ത്രീ വന്നു, നാണം കെട്ട് വന്ന് പറഞ്ഞു, കർത്താവേ എന്നോട് കരുണ കാണിക്കുക, എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുക. അപ്പം അത് അടുത്ത വെടിച്ചിൻ്റെ പോലൊരു സാധനം വരുന്നു. അതായത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കത്തില്ല. എന്തൊരു വചനമാണ്! എങ്ങനെയാണ് അവളെ അത്രയേറെ തള്ളിക്കളഞ്ഞതുപോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു വചനമാണ് ഈശോ പറഞ്ഞത്. നമുക്ക് തോന്നാം അങ്ങനെ മക്കൾക്കുള്ളത് എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാനുള്ളതല്ല, മക്കൾക്കുള്ളതാണ് എന്ന് ഈശോ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കർത്താവേ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ മക്കളുടെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന, യജമാനൻ്റെ മേശപ്പുറത്ത് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ടല്ലേ ഈ നായ്ക്കളും ഭക്ഷിക്കുന്നത്, എനിക്കത് മതി. ഈശോ ഉത്തരം മുട്ടിപ്പോയി. ഈശോ ഉത്തരം മുട്ടിച്ച ഒരു വിശ്വാസത്തിന് മുമ്പിലാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളിന്ന് നിൽക്കുന്നത്. ഈശോ പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നിനക്കിതെങ്ങനെ തരാതിരിക്കാൻ പറ്റും? എനിക്ക് തരാതിരിക്കാൻ പറ്റും. നീ പിടിച്ചു വാങ്ങുകയാണ്, നിന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയാൽ നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ്. ഇത് മറന്നു പോകരുത്. ഈ സ്ത്രീയുടെ സ്ട്രാറ്റജി, ഇവരുടെ തന്ത്രം വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മളെ കർത്താവ് കേൾക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാലും വിടാതെ പിടികൂടണം അവനെ എന്ന തിരുവചനത്തിൽ പലവരും ഈശോ പറയുന്നുണ്ട്. ഒരു രാത്രിയിൽ തൻ്റെ അടുക്കൽ വന്ന ഒരു സുഹൃത്തിന് അപ്പം മേടിക്കാനായിട്ട് അയൽ വീട്ടിൽ സുഹൃത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നിർബന്ധത്തിന് വഴങ്ങി അത് കൊടുക്കുന്നു എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ബലപ്പെടാൻ ചില ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സഹായകമാകും. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നിർത്തിക്കളയരുത് എന്ന് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആണ് ഈശോ ആ ഉപമ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു വലിയ വിശ്വാസത്തിൻ്റെ മാതൃക. ദൈവം പോലും തന്നെ തള്ളിക്കളഞ്ഞുവെന്ന് തോന്നിയിട്ടും അവർ ആ വിശ്വാസത്തിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. അവർ പിടിച്ചു നിന്നു, അവർ വീണ്ടും വീണ്ടും ചോദിച്ചു. അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, പുറകെ നടന്നുകൊണ്ടിരുന്നു, ഇത് കിട്ടിയിട്ടേ ഞാൻ പോകൂ എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കേ, എന്തിനാണ് കൂടുതൽ കരുത്തെന്ന് നമ്മൾ വിചാരിക്കും. പാറയ്ക്കാണോ വെള്ളത്തിനാണോ കൂടുതൽ കരുത്ത്? അല്ലെ, വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ്, അപ്പോൾ വെള്ളത്തിന് അത്ര വലിയ കരുത്തില്ല എന്ന് നമുക്ക് തോന്നും പാറയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വെള്ളം നമുക്കിങ്ങനെ കൈകൊണ്ടെടുക്കാം, ലിക്വിഡ് വെള്ളമായിട്ടിരിക്കുന്നു. പക്ഷെ പാറ അങ്ങനെയല്ല, പാറയ്ക്ക് കട്ടിയുണ്ട് എന്ന് നമ്മൾക്കറിയാം. നമ്മൾ ഈ വെള്ളം ഒഴുകുന്നിടത്ത്, നിരന്തരം വെള്ളം ഒഴുകുന്നിടത്ത് പോയിട്ടുണ്ടെങ്കിൽ, ചില നമ്മൾ തന്നെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളി, വാഴച്ചാൽ തുടങ്ങിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള അടുത്ത് പോവുകയാണെങ്കിൽ ഈ വാഴച്ചാൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അതായത് ഈ പാറയുടെ പുറത്തുകൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴുകുമ്പോൾ ഈ വെള്ളം നിരന്തരം ഒഴുകി ഒഴുകി പാറ അതിൻ്റെ ഷേപ്പ് വെള്ളത്തിനനുസരിച്ച് മാറ്റി കൊടുത്തിരിക്കുന്നതാണ്.
അതാണ് വീണ്ടും വീണ്ടും പെർസിസ്റ്റൻസ്. വീണ്ടും 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 വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു. അവസാനം ഈ കട്ടിയുള്ള പാറയ്ക്ക് തൻ്റെ രൂപം മാറ്റി ഈ വെള്ളം ഒഴുകുന്ന പാകത്തിൽ ആക്കേണ്ടി വരും. ഇതാണ് പ്രാർത്ഥന. അതായത് നിരന്തരം നിരന്തരം ഇടതടവില്ലാതെ. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്, നിരന്തരം ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. 1 തെസ്സലോനിയർ 5:16 പറയാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് ഈ കാനാൻകാരി സ്ത്രീയിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ. നല്ലൊരു മാതൃക പ്രാർത്ഥിക്കാൻ, വിശ്വസിക്കാൻ നമുക്ക് തന്നിരിക്കുന്നു. തമ്പുരാൻ നമുക്ക് തരാൻ തന്നെയാണ് അവൻ്റെ ആഗ്രഹം. അവൻ മുന്നോട്ട് പോകുന്നതായി ഭാവിച്ചുവെന്ന്. നമ്മുടെ കൂടെ വസിക്കാനാണ് ഇഷ്ടം, പക്ഷെ നമ്മളൊന്ന് വിളിക്കണം, നിർബന്ധപൂർവം നമ്മൾ അവനെ സ്വന്തമാക്കണം. ചില ഉപേക്ഷകൾ, ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാത്തതൊക്കെ നമ്മൾ അവനോടുകൂടെ നിരന്തരം ബന്ധപ്പെട്ടിരിക്കാനുള്ള അവൻ്റെ കൊതിയല്ലാതെ മറ്റെന്താ? അവനെ വീണ്ടും വീണ്ടും വിളിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റെന്താ? അപ്പോൾ ആ ഒരു ബന്ധം, അതാണ് പ്രാർത്ഥന. ആ ബന്ധം സൂക്ഷിക്കാൻ കർത്താവായ ദൈവം ഈ ബലിയിൽ നമുക്ക് വലിയ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനാൻകാരിയുടെ വിശ്വാസ തീക്ഷ്ണത മറന്നു പോകരുത്. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായിത്തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാണ്ടിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളെല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെവിടെയായിരിക്കുന്നു അവിടെ ഇപ്പോൾ തന്നെ അവൻ്റെ സാന്നിധ്യത്തെ അറിയുക. കാരണം അവൻ്റെ നാമം എമ്മാനുവൽ എന്നാണ്. തമ്പുരാൻ നമ്മളോടുകൂടെ. അങ്ങനെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ബലിയർപ്പണത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആ സ്നേഹ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സമർപ്പിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ലോകം മുഴുവന് വേണ്ടിയും ഇന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തിൻ്റെ സൗഖ്യ സ്പർശം ഓരോ കോവിഡ് രോഗികളുടെ മേൽ വഹിക്കുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവെ, ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന എല്ലാ സുമനസ്സുകളെയും അവിടുന്ന് കാരുണ്യത്തിൽ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കാരുണ്യത്താൽ ഈ കാലയളവിൽ അങ്ങേ രുചിച്ചറിയുന്നവരായി ഞങ്ങൾ തീരട്ടെ. അങ്ങാണ് എല്ലാത്തിൻ്റെയും വിധാതാവ്. അവിടുന്നാണ് സർവശക്തനായ ദൈവം. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഓരോ ദിവസവും വിശ്വാസ തീക്ഷ്ണതയിൽ ഞങ്ങൾ വർദ്ധമാനമാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും ഈ കാലയളവിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന അനേകരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കോവിഡ് രോഗബാധയാൽ
പ്രകൃതി ദുരന്തങ്ങളാലും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനസ്സുകൾക്ക് സാന്ത്വനമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ യാത്രകളെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ അഭയവും ശക്തിയും അങ്ങാകുന്നുവല്ലോ. അങ്ങേ മക്കളുടെ പ്രാർത്ഥനകളിൽ പ്രസാദിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിച്ചത് കൃപാപൂർവ്വം സാധിച്ചു തരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് നിത്യജീവനിലുള്ള ഭോജനമായി തീരുവാനുള്ള ഈ അപ്പം ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് കനിഞ്ഞരുളിയ പിതാവേ, അങ്ങ് നിന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് നിന്നും വാഴ്ത്തപ്പെടട്ടെ. സൂചിപ്പിക്കുന്ന അങ്ങയുടെ പങ്കാളികളാക്കുന്നു. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ് അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി തീരുവാനുള്ള ഈ വീഞ്ഞ് മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് കനിഞ്ഞരുളിയ പിതാവേ, അങ്ങ് എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. അവൻ്റെ മാന്യമായി സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവികതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മർത്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിബന്ധിച്ച എല്ലാവരെയും ഏതുവഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കും. അങ്ങേ മുമ്പിൽ അവരെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, ബലവാനാം ദൈവം പരിശുദ്ധൻ, നാഥാവിൻ കീർത്തന ഗീതികളാ നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നത വീതി ഓസാന, ദാവീദിൻ സുതനോസാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടാം. ഹോസാന, 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 ഹോസാന.
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോട്ടുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറാ
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ. ജീവസ്വരൂപനാലയത്തിൻ്റെ ദൈവത്തിൻ കുഞ്ഞാടിനാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യമുള്ളോ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് സത്യമായി വീട്ടിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതേറ്റു പറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യയാഗത്തിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നള്ളണമേ. ആമേൻ. ആത്മാവിൻ കോവിലെ തുറന്നു എൻ്റെ ആത്മാവനാള നീ വന്നു. അപ്പ
ദൈവത്തിൻ രൂപത്തിൽ വന്നു നിനക്കൻ ആത്മാവിനെ പകർന്നു. വാഴുക സ്നേഹസിംഹാസനത്തിൽ ഏഴയാമെൻ്റെ ഉള്ളിനുള്ളിൽ പുണ്യപരിമളം വീശും ജപത്തിൽ പുഷ്പമൊരുക്കി ഞാൻ നിൽക്കാം നിന്റെ കാൽക്കലിരുന്നു സ്തുതിക്കാം. കാരുണ്യം കർത്താവിനോട് കൂടെയാണ്, സമൃദ്ധമായ രക്ഷയും അവിടുത്തോടു കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവാസികളായി തീരാനും ഞങ്ങൾ അർഹരാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. താം സമാധാനം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.